ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ കാത്തിരുന്ന സിനിമയാണ് കൽക്കി. AD 2898 ആ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു പ്രസന്റിലേക്ക് ഉള്ള ഒരു സംഭവമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. മഹാഭാരതം ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കഥ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ക്യാരക്ടർ ബേസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എടുത്തു പറയേണ്ട 2-3 കാര്യമുണ്ട്. ഈ സിനിമയുടെ ഡയറക്ടർ നാഗ് അശ്വിൻ, അദ്ദേഹം തന്നെയാണ് ഇതിന്റെ കഥയും എഴുതിയിരിക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ, ബ്രില്യൻ്റ് എന്ന് പറയാം. കാരണം വല്ലാത്തൊരു സംഭവമാണ്. കാരണം നമുക്ക് അതിന്റെ കഥയൊന്നും പറഞ്ഞങ്ങോട്ടൊന്നും പെട്ടെന്നൊന്നും ഫലിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അത്തരത്തിലുള്ള ഒരു കിടിലം മേക്കിംഗ് എന്ന് പറയാം. കാരണം നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരു സിനിമ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല എന്ന് പറയണം. നമ്മളൊരു ഹോളിവുഡ് സിനിമ കാണുന്ന ആ ഒരു ഫീലിലാണ് നമ്മൾ ഈ സിനിമ കണ്ടിറങ്ങുന്നത്. 3 മണിക്കൂർ നമ്മൾ ഈ സിനിമ കണ്ട് ഇറങ്ങുന്നത് നമ്മൾ അറിയത്തില്ല. അത്തരത്തിലുള്ള ഒരു വിഷ്വൽ ട്രീറ്റാണ് കൽക്കി എന്ന് പറയുന്ന ഈ ഒരു സിനിമ തന്നിരിക്കുന്നത്. പിന്നെ സിനിമയിലേക്ക് വരാം. ഇതിന്റെ BGM പൊള്ളി BGM, അതോടൊപ്പം തന്നെ CG വർക്ക്, പിന്നെ ക്യാമറ, വിഷ്വൽ ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് സിനിമ. അപ്പോൾ സിനിമ തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. തിയേറ്ററിൽ പോയി കണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ്. ഇനി നമ്മൾ ഇതിന്റെ ഒരു ക്യാരക്ടറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ടത് ഇതിന്റെ കാസ്റ്റിംഗ് തന്നെയാണ്. കാസ്റ്റിംഗ് ഒന്നിനൊന്നിന് മികച്ചു നിൽക്കുന്ന കാസ്റ്റിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. പ്രഭാസ് മെയിൻ റോളിൽ എത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ ദീപിക പദുക്കോണും നല്ല ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഇതിൽ കാഴ്ചവെക്കുന്നുണ്ട്. എനിക്ക് കുറച്ചും കൂടെ ഈ സിനിമ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടെ കണക്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ ഒരു പെർഫോമൻസ് ആണ്. അമിതാഭ് ബച്ചൻ ഒരു രക്ഷയില്ല, അമേസിംഗ് എന്ന് പറയണം. കാരണം അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം ഇപ്പോഴും സിനിമയിൽ തന്നെ ഉണ്ട്. അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും അത്തരത്തിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷെ ഇതിനകത്ത് ഒരു രക്ഷയില്ല, പുള്ളി തകർത്ത് കളഞ്ഞു. പിന്നെ ഇതിനകത്ത് നെഗറ്റീവ് റോളിലേക്കാണ് നമ്മുടെ ഉലകനായകൻ കമലഹാസൻ എത്തുന്നത്. കമലഹാസന്റെയും ഒരു മേക്ക് ഓവറൊക്കെ ഗംഭീരമാണ്. ഇതിന്റെ ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് കമലഹാസൻ പിന്നെ വേറൊരു തലത്തിലേക്ക് വരുന്നുണ്ട്. ഞാൻ പറയുന്നില്ല, ഇതിന്റെ ഒരു കഥ നമുക്കങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന സിനിമ കണ്ടതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഇതിന് ചില വശങ്ങളും ചില ഘടകങ്ങളും മാത്രമാണ് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരം നമ്മുടെ കുഞ്ഞിക്ക, നമ്മുടെ DQ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു റോളിൽ എത്തുന്നുണ്ട്. അത് സസ്പെൻസ് ആണ്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ തിയേറ്ററിൽ കണ്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ അയക്കാം. പിന്നെ നമ്മുടെ ശോഭന, ഒരുപാട് നാൾക്ക് ശേഷം ശോഭന ഇതിനകത്തൊരു ഗംഭീരമായിട്ടുള്ള റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പശുപതിയുടെ ഒരു കിടിലൻ ഒരു റോള് ഇതിനകത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പം അവരവരുടെ റോളുകളെല്ലാം അവരവർ വളരെ പെർഫെക്റ്റ് ആക്കി എന്ന് വേണം പറയാൻ. പിന്നെ ഇതിന്റെ മെയിനായിട്ട് പറയേണ്ട ഇതിന്റെ ഒരു CG വർക്ക്. കാരണം നമ്മൾ സാധാരണ ചില സിനിമകളൊക്കെ കാണുമ്പോൾ ആദിപുരുഷൻ എന്ന് പറഞ്ഞൊരു സിനിമ നമ്മൾ കണ്ടായിരുന്നു. ആ സിനിമ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഏതോ കാർട്ടൂൺ കാണുന്നതാണ് തോന്നിയത്. പക്ഷെ ഈ സിനിമ നമ്മൾ കാണുമ്പോഴത്തേക്ക് നമ്മളെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഹോളിവുഡ് മേക്കിംഗ് സ്റ്റൈലിലേക്കാണ് ഈ സിനിമ എത്തിച്ചത്. 200 കോടി ബഡ്ജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നത്. അപ്പോൾ അതിന് പക്ഷെ അവർ വലിയൊരു എഫേർട്ടാണ് എടുത്തിരിക്കുന്നത്. 3-4 വർഷം ഷൂട്ട് ചെയ്തിട്ടാണ് സിനിമ ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. സിനിമ കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകനും ഫുള്ള് തൃപ്തിയായിട്ട് തന്നെ ആയിരിക്കും. ഈ സിനിമയെല്ലാം കണ്ടിട്ട് നമ്മൾ നെഗറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇതുപോലത്തെ ഒരു സിനിമ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ വരത്തില്ല എന്ന് വേണം പറയാൻ. അപ്പൊ ഈ സിനിമ കണ്ടിട്ട് നെഗറ്റീവ് പറയുകയാണെങ്കിൽ അവൻ വെറും പൂഴനാണ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ ഇന്ത്യൻ സിനിമയിലും ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യാം എന്ന് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് ഇപ്പൊ ഈ ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള നാഗ് അശ്വിൻ. അപ്പൊ അദ്ദേഹത്തിന് വലിയൊരു സല്യൂട്ട് കൊടുക്കുന്നു. പിന്നെ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ക്യാമിയോ റോൾസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതൊരു യൂണിവേഴ്സൽ സിനിമ ആയിട്ട് ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. കാരണം ഫസ്റ്റ് സെക്കൻഡ് ഒന്നും കൊണ്ട് നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിജയ് ദേവരകൊണ്ട ഇതിനകത്ത് ഒരു കിടിലൻ റോൾ ചെയ്യുന്നുണ്ട്. ആ മഹാഭാരതത്തിന്റെ കഥയെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ കഥ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മഹാഭാരതം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ മഹാഭാരതത്തെ കുറിച്ചിട്ട് കുറച്ച് അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈ സിനിമ അവർക്ക് നന്നായിട്ട് ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഇതിന്റെ വിഷ്വൽ മേക്കിങ്ങും ഒക്കെ ഒന്നും പറയാനില്ല. ഇന്ത്യൻ സിനിമ ഇതേവരെ കാണാത്ത തരത്തിലുള്ള കിടിലൻ മേക്കിംഗ് തന്നെയാണ്. പ്രഭാസിന്റെ പെർഫോമൻസ് ഒക്കെ വേറെ ലെവലാണ്. ഒന്നും പറയാനില്ല. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ സിനിമ കണ്ട് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇപ്പൊ കൽക്കി എനിക്ക് മൊത്തത്തിൽ വർക്കായി. കാരണം എനിക്ക് മൊത്തത്തിൽ ഞാൻ എൻജോയ് ചെയ്തു. 3 മണിക്കൂർ ഞാൻ സിനിമ കണ്ടിരുന്നു പോയി എന്ന് വേണം പറയാൻ. കാരണം ഒരു തലത്തിലും ലാഗോ അങ്ങനെ ഒന്നും ബോറടിപ്പിക്കുന്ന ഒന്നുമില്ല. പ്രഭാസിന്റെ ഒക്കെ പെർഫോമൻസ് വേറെ ലെവലാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പറയാതിരിക്കാൻ നിവർത്തിയില്ല. എല്ലാവരും അവരവരുടെ റോളുകൾ കിഡിലിനായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും മസ്റ്റ് വാച്ച് ആണ്. ഒന്നും കൂടെ നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച.